പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് സമാപിക്കും. രാഹുൽ ഗാന്ധി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രജീഷ് നരിക്കുനി വിവരങ്ങൾ നൽകാനായി ചേർന്നു. രജീഷ്, ഫെബ്രുവരി 6-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് അതിപ്പോൾ സമാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിനേക്കാളും അപ്പുറം ഒരുപക്ഷെ നോക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ നോക്കിക്കാണുന്നത് കോൺഗ്രസിന്റെ ഗ്യാരണ്ടി പ്രഖ്യാപനം തന്നെയാണ്. ഒപ്പം നേതാക്കളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? അനിഷ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഫെബ്രുവരി 6-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച പുതുവഴി യാത്രയ്ക്കാണ് ഇന്ന് തലസ്ഥാന നഗരിയിൽ സമാപനമാവുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ പങ്കെടുക്കാനായി നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഏകദേശം 2 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഒപ്പം തന്നെ ഇതിന് ഒപ്പമുള്ളവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റേജിലാണെങ്കിൽ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യം 4 മണിക്ക് സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ഗേറ്റിലും ആസാദ് ഗേറ്റിൽ നിന്നും പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയാത്ര അവിടെ നിന്നും ജാതിയായി പുത്തിരിക്കണ്ടം മൈതാനത്തേക്ക് എത്തും. അതിനുശേഷം ആണ് ഇവിടെ 5 മണിയോടുകൂടി ഇവിടെയാണ് സമാപന സമ്മേളനം ഇവിടെയാണ് നടക്കുക. നമുക്കറിയാം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ കേരളം രാഷ്ട്രീയ ചൂടിലേക്ക് നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും പ്രഖ്യാപനങ്ങൾ, കേരളത്തിൽ UDF-ഉം കോൺഗ്രസും നൽകാൻ പോകുന്ന ഗ്യാരണ്ടികൾ എന്തൊക്കെ, ഇത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ജനപ്രിയ ഗ്യാരണ്ടികളും യുവാക്കൾക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനങ്ങളും ഒക്കെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരത്ത് 1-2 പരിപാടികൾ രാഹുൽ ഗാന്ധി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈകിട്ട് 5 മണിയോടെ തന്നെ ഇവിടെ എത്തും. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിഥികൾക്ക് ഇരിക്കാൻ MLA-മാർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. പുതുയാത്ര ആസാദ് ഗേറ്റിൽ നിന്നും ഇങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഒപ്പം തന്നെ AICC ചുമതലയുള്ള സെക്രട്ടറിമാർ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുഷി, ഒപ്പം തന്നെ MLA-മാരും MP-മാരും ഒക്കെ ഈ പുതുയാത്രയുടെ ഭാഗമായി പങ്കെടുക്കും. അവർ ഒന്നിച്ച് ഒരു വലിയ ജാഥയായി തന്നെയാണ് പുത്തിരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുന്നത്. 25 ദിവസങ്ങളിലായി 130-ലധികം സമ്മേളനങ്ങളാണ് ഈ പുതുയുഗ യാത്രയുടെ ഭാഗമായി ചേർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ 14 മതനേതാക്കന്മാരുള്ള 14 ദിവസങ്ങളിലായി 14 മതനേതാക്കന്മാരുള്ള ചർച്ചകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് UDF-ഉം ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഏറ്റവും വലിയ യാത്രയാണ്. ഒപ്പം തന്നെ അത്തരം വലിയ യാത്ര ഇന്ന് വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം പുത്തരിക്കണ്ടത്താണ് നടക്കുന്നത്.